സമാധാനം ഉണ്ടാക്കാൻ ജാഥ നടത്തിയാ പോരാ, മന്ത്രി ഉണ്ടാക്കി ഒത്തുതീർപ്പ് ഞങ്ങൾക്ക് യോജിപ്പില്ല. ആദ്യം ഞങ്ങൾ അവമാനിച്ചത് ശിക്ഷിക്കട്ടെ. ആ ബിച്ചുവിനെ പോലീസ് അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ. ഭരതൻ സംശയിക്കുന്നത് ശരിയല്ല. ബിച്ചു അത് ചെയ്യില്ല. അവൻ എനിക്കറിയാം. ഞങ്ങൾക്കും അറിയാം. അന്ന് അമ്പലത്തിക്കാർ വഴക്കുണ്ടാക്കിയവനല്ലേ. അത് അന്നേ കഴിഞ്ഞില്ലേ രഘു? നിനക്ക് അല്ലെങ്കിലും നീ അവിടെ ഭാഗത്താണ്. അമ്പലം വിശ്വാസം തകർക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? രഘു, ഇവിടെ തകർന്നത് സ്നേഹവും ബന്ധങ്ങളുമാണ്. കൊല്ലപ്പെട്ടത് ഒന്നും അറിയാത്ത നിരപരാധികൾ. അത് തടയാനാണ് ഈ ഒത്തുതീർപ്പുണ്ടാക്കിയത്. നിങ്ങൾ അതിനോട് യോജിക്കണം. അതിനു മുമ്പ് ബിച്ചുവിനെ ആക്കൊന്ന് കാണണം. ഇതുവരെ പോലീസാണ് അവനെ രക്ഷിച്ചത്. ഭരത, വാസുപോ, ഞങ്ങൾക്കൊരു അടിയന്തര യോഗം കൂടാനുണ്ട്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ആലോചിക്കാം. വാടാ. നീ എന്തിനാണ് ഗസ്റ്റ് ഹൗസിൽ വന്നത്? ഞാൻ ആ സുരേഷിന്റെ കൂടെ തനിച്ച് നീ എന്തിനാണ് പോയി? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സത്യം പറ, നീ അവനും തമ്മിൽ എന്താണ് ബന്ധം? പറയാൻ. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. സതി, അപ്പോ വീട്ടുകാരുറപ്പിച്ച കല്യാണം എനിക്കിഷ്ടമല്ല. അത് നടക്കില്ല. ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കൂ. ഇതെന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല? പേടിച്ച്. അച്ഛനും ചേട്ടന്മാരും അറിഞ്ഞാൽ. അവരറിയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ അറിയിക്കും. അരുത്. നിശ്ചയിച്ച കല്യാണം ഞാൻ കാരണം മുടങ്ങിയെന്ന് വന്നാൽ അവരെന്നെ കൊല്ലും. പെട്ടെന്ന് സുരേഷിന് എന്നെ സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാസുവേട്ടന് ഇഷ്ടമല്ലെന്ന് പറയൂ. സതി, എനിക്കതെങ്ങനെ പറയാനൊക്കും? ഞാൻ നിന്നെ സ്നേഹിച്ചവന്. പ്രേമവും മോഹവും ഒന്നും പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിലും എന്റെ മനസ്സിൽ എന്നും നീയായിരുന്നു. ഞാനത് പറയില്ല. എന്റെ സുഖവും സന്തോഷവും ചേട്ടൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ സഹായിക്കൂ. സുരേഷ് വാക്ക് തന്നതാണ്. 1 വർഷത്തിനകം ഞങ്ങൾ വിവാഹം നടത്തും. അതുവരെ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല. സതി, മാഷ് വീട്ടിൽ പോയി. കണ്ടു. മാഷ് പറഞ്ഞ കാര്യം എങ്ങനെ എപ്പോഴാ? എനിക്ക് ഈ മാതിരി കാര്യങ്ങളൊരു വിവരമില്ല, അറിയാലോ. ഗോപിക്ക് പ്രാന്ത. ഹോസ്റ്റലിൽ പോയിട്ട് എന്താ വിശേഷം? ഞാനും ആ കുട്ടിയും കൂടി ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ പോയി. ഇതൊന്ന് നോക്കൂ. ചെക്കന് പറ്റും. അവൻ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കും, മറക്കും. ഇത് ചന്ദ്രനല്ല. അവന് ഇഷ്ടമുള്ള വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ കാശ് കൊടുത്തു. കർണാട്ടന്റെ സൈസായത്. 4.25 ശമ്പളം കിട്ടാൻ തുടങ്ങിയപ്പോ നീ ഒരു പണക്കാരത്തി. ദുഷ്ചെലവ് ചെയ്യാണ്ട് അവനവന് വല്ല പൊന്നോ മിന്നോ വാങ്ങണമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെക്കാണ്ട്. പുറത്തിറങ്ങുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ നടക്കാം ആണുങ്ങൾക്കും. ഓ, ഞാൻ ഓഫീസ് പണിക്ക് പോവല്ലേ? മാഷ് ഒക്കെ പറഞ്ഞില്ലേ? വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. വീട് മാറുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താ ഇവിടെ ഇപ്പൊ ഇത്ര മോശം? വലിയ ബംഗ്ലാവൊന്നുമല്ല. അധികം കുടിച്ച ദിവസം ഇങ്ങോട്ട് വരുന്നില്ല. പോരെ? മാറണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞാലും ഇവിടെ തന്നെ താമസിക്കാലോ. അതൊന്നും നന്നാക്കണം. ഒരു കട്ടില്. എന്താ പറഞ്ഞത്? ആരുടെ കല്യാണം? 2 ആൾക്കും പിഴയ്ക്കാൻ മാനുള്ള പണിയുണ്ട്. നിനക്ക് രക്ഷയ്ക്ക് പറ്റിയ ആള് തന്നെയാ മാഷ്. എനിക്ക് ഇങ്ങനെ ഒരു അനുജൻ ഉണ്ടായില്ലോ എന്ന് ഇടയ്ക്ക് വിചാരം തോന്നും. 2 ആളും ശരിക്ക് ചേരും. നന്നായി. ഗോപി, എനിക്കിത് വയ്യ കരുണേട്ടാ. ഗോപിക്ക് എന്താ മോശം? ഇതിലും വലിയ ആര് വരുമെന്നാ മോഹം? പറഞ്ഞോ? വേറെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? പെണ്ണിന്റെ മനസ്സല്ലേ, കാണും. പറഞ്ഞോ? അതിനും വിരോധമില്ല. ആരെങ്കിലും ഒരുത്തിനെ ഏൽപ്പിച്ച എനിക്കിതൊരു സമാധാനമല്ലോ. ആരാണെങ്കിലും പറഞ്ഞോ. ഏവനാണിയത്? ഉള്ളത് പറഞ്ഞോ. ഗോപിയേക്കാൾ കേവനാണെന്ന് അറിയേണ്ടത്. ഗോപി വളരെ നല്ല ആളാണ്. പക്ഷെ നേരത്തെ എനിക്കൊരാളോട് വലിയ കടപ്പാട് തോന്നി. ആദ്യം കടപ്പാട്, പിന്നെ മനസ്സിൽ സ്നേഹം. ആരാണ്? പച്ചയ്ക്ക് പറ. ആരാണ് എന്റെ ലൗകികാരൻ? എന്റെ ജീവനും മാനവും രക്ഷിച്ച ആള് തന്നെ.
അറിയില്ലേ? കരുണേട്ടൻ തന്നെ. എന്ത് പറ്റി? മുഖം കണ്ടാൽ മഴക്കാർ കിട്ടി നിൽക്കുന്ന ആകാശം പോലെ ഉണ്ടല്ലോ. അയ്യോ, നോട്ടം കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത് എന്ത് പറ്റി? ഒന്നുമില്ല. എന്റെ അടുത്ത് ദേഷ്യാണോ? പിന്നെ പറ തുളസി. അവരെന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നറിയാമോ? ആര്? ആ പരമനായ അയാളെ വൃത്തിയായിട്ട ആൾക്കാരും. അവരെന്ത് പറഞ്ഞു? നമ്മളെ രണ്ടുപേരും ചേർത്ത് അതും ഇതും കഥകൾ ഉണ്ടാക്കി പറയുന്നു. അത്രേ ഉള്ളൂ. തമാശയാ? എന്നെ ചേർത്തല്ലേ തുളസിയെ പറ്റി പറയുന്നത്? പറഞ്ഞോട്ടെ, എനിക്കതിൽ സന്തോഷമുള്ളൂ. ഒന്നുമല്ലെങ്കിലും ഞാൻ സാമാന്യം മര്യാദക്കാരനായ ഒരു ചെറുപ്പക്കാരനല്ലേ. അതൊന്നോർത്തെ. ഇനി അവനെ കാണുമ്പോ നല്ല കടുപ്പത്തിലൊരു ചായ വാങ്ങിച്ചു കൊടുക്കാന്ന് പറയും. എന്നെയും തുളസിയും ചേർത്ത് കഥകൾ ഉണ്ടാക്കിയതിന് അതൊരു നല്ല കാര്യമല്ലേ? ഇന്നലെ അച്ഛനെ എവിടെ വെച്ചാ കണ്ടത്? വഴിയില്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ചാരായ കടയില്. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാന്ന് പറഞ്ഞ അതും കേൾക്കില്ല. 2 ദിവസം കിടപ്പിലായാൽ മരുന്ന് വാങ്ങാൻ പോലും വീട്ടിൽ കാശില്ല. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കരയാതെ. കരയാവെന്ന് പറഞ്ഞില്ലേ? എന്തായാലും കൊച്ചുകുട്ടികളെ പോലെ കരയാതെ. എന്ത് വന്നാലും തുളസി, തുളസിക്ക് ഞാനില്ലേ? എനിക്കിത്തിരി പേപ്പർ ഒരു പോസ്റ്റ് കൂടെ തരൂ. ആ പേരും പറഞ്ഞ് കെട്ടയച്ചു വിടുന്നൊന്നും കരുതണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഈ കെട്ടൊന്ന് അയച്ചുവിടാം. ഒരു കത്തെഴുതാൻ. മേൽവിലാസം വിവരം പറഞ്ഞു കൊടുത്താ ഇവിടെ എഴുതി തരും. ഒന്ന് എഴുതി കൊടുക്ക ചേച്ചി. എന്റെ കൈയൊക്കെ വൃത്തിയേടാ. കവറി മേശയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഈ കത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോലീസ് വിവരം അറിയിക്കും. അഡ്രസ് പറയൂ. മിസ് ശശികല വർഗീസ്, ചെറുപുഴയിൽ ഹൗസ്, മാന്നാർ PO, വയാ തിരുവല്ല. പ്രിയപ്പെട്ട അനുജത്തിക്ക് ഈ കത്ത് പകുതിക്ക് വെച്ച് കീറിക്കളയാതെ മുഴുവനും വായിക്കണം. എന്റെ എല്ലാ സ്വത്തുക്കളും
നിന്റെയും ജോയ്മോന്റെയും പേർക്ക് എഴുതി വെച്ചിട്ടുള്ള ഇഷ്ടദാനാധാരവും ഇതിനോടൊപ്പം ഉണ്ട്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങളൊക്കെയുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആരെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എന്നാലും എല്ലാരെ കുറിച്ചും മേഴ്സി എന്നോട് എന്നും പറയുമായിരുന്നു. സത്യം എന്തെങ്കിലും പുറത്തു വരും. അന്നൊരു പക്ഷെ ഞാനുണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നറിയാമെങ്കിലും ഞാൻ എഴുതട്ടെ, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും. നിങ്ങളുടെ ചേച്ചിയെ, എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത്. അവൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സിയായിരുന്നു. എനിക്ക് അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പറയില്ല, എല്ലാം പച്ചക്കള്ളമാണ്. എന്റെ മേലിലേക്ക് കൊന്നത് നിങ്ങളാണ്. നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നും കരുതണ്ട. സർവതന്ത്ര സ്വരൂപായ സർവതന്ത്ര സ്വരൂപിണൈ സർവകായ സമസ്തായ ശിവായ ഗുരുവേ നമ. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ? ഇതോ അംഗം. ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരപടവ്. അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ്? ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചെങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. ആരോമലുടെ മകനും മരുമകനും ദാനം കിട്ടു മടങ്ങാൻ വന്നവരല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. കൊല്ലുന്നെങ്കിൽ കൊല്ല്. നേരിട്ട് വെട്ടി മാനത്തോടെ മരിക്കാനും ഒരുങ്ങി തന്നെയാണ് ഉണ്ണിയാർച്ചയുടെ മകൻ വന്നത്. ആയുധമെടുക്ക്.
ചതിയൻ ചന്തുവിന്റെ ചരിതം ഇവിടെ കഴിയട്ടെ. പുത്തൂരം വീടിന്റെ കളങ്കം മായ്ച്ച വീരൻ ആരോ മുന്നിയുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ. തല വെട്ടിയെടുത്ത് അമ്മയുടെ കാൽക്കൽ വെച്ച് വണങ്ങണം. നാടുവാടിയിൽ നിന്നും പട്ടുമ്പളയും വാങ്ങണം. നിന്റെ പേരും പുകഴും പാലോകർ വാഴ്ത്തട്ടെ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ. അവർ തന്നെ വാഴ്ത്തട്ടെ, എന്നും വാഴ്ത്തട്ടെ. ഗുരുവേ, നായാട്ടൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? പുലിയെ വെടിവെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വെക്കാം. പിടിച്ചു നിർത്തി തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും? നോക്കാം. എന്റെ പീലിപ്പോസെ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറുവിന്റെ അല്ലേ മോൻ? അതൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കയുടെ അരച്ച് ചുട്ടാ നല്ല ജോറാ. പടാ പട്ടികളെ പേനായെ കൊല്ലണ്ടോ? അതിങ്ങനെ തല്ലി ചേർത്താ കുഞ്ഞ. നീ എന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? പോയിക്കോ. പ്രാന്തനായി കണ്ടവരെയും കടിച്ച് എന്റെ മോൻ അരഞ്ഞു നടക്കണ്ട. ഞാൻ ഒറ്റക്കായിപ്പോയല്ലോ. ഇതാണ് നീ എന്നെ തടുത്തത് അല്ലേ? വേണ്ട, വെട്ടുകത്തിയും കൊടാലിയൊന്നും എടുക്കണ്ട. കൂലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം. കണ്ട ഊച്ചാളികളെയൊക്കെ വിട്ടാലുണ്ടല്ലോ, വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും. ഞാനാരെയും വിട്ടില്ല. വേണ്ട, എല്ലാം എനിക്കറിയാം. പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടി അടിച്ചേ ഉള്ളൂ. ഇനി പല്ല് 32 താഴെ ഇടും, ഓർത്തോ. പെണ്ണിന്റെ സ്വഭാവം കുറേശ്ശെ പഠിച്ചു തുടങ്ങിയല്ലോ. പൂങ്കണ്ണീര്. ഇനി ഇവന്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെ ഞാനങ്ങ് പോവും. പിന്നെ ഇവറ്റയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക്. എന്നെ എന്റെ മോനെ തല്ലി ചതച്ചിട്ട് ഒരുത്തരുമില്ലടാ അവിടെ ചോദിക്കാൻ. എന്റെ ചോറ് തിന്നുന്ന ഒരു പട്ടിയില്ലടാ ഈ നാട്ടില്. തിന്നണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഒരുത്തനമില്ലടാ, ചന്ദ്രു ഒറ്റയ്ക്കാ. ധൈര്യമുള്ളവരുണ്ട്, ഇറങ്ങി വാടാ.
പിന്നീന്ന് കുത്തിയാ കുത്തിയവനെ തട്ടിയിട്ടേ ചന്ദ്രു ചാവൂ. അത് ഓർത്തിട്ട് വന്നാ മതി. ഇവിടെ വാടാ നായിണ്ട മോനെ. എന്താണടാ നിന്റെ മട്ടേ കയ്യില്? ഒന്നുമില്ലേ. പിന്നെ എന്തിനാടാ പട്ടി നീ ഇവരെ കൈ പുറകിൽ പിടിച്ചിരിക്കുന്നത്? നിനക്ക് ടൂറാനും മുട്ടുന്നുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ കണ്ടാൽ നിനക്ക് ബഹുമാനിക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങ് അടുത്തു വാടാ. യജമാനരെ ദയ കാണിക്കണേ. അവന്റെ ഒരു അശ്രീകരം പിടിച്ച ഇരിപ്പ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പട്ടേലൊരു അവനിട്ട് രണ്ട് കൊടുക്കുമെന്ന്. അവന് വന്ന് ഇരിക്കാൻ കണ്ട ഒരു സ്ഥലമേ. എണീറ്റ് നിൽക്കടാ പട്ടി. നീ എവിടെ നടാ? വയനാട്ടിൽ നിന്നാ. കുടിയേറ്റക്കാരനാണല്ലേ? നീ എവിടെ താമസിക്കുന്നു? ചിലമ്പാടിയില്. എത്ര ഏക്കറയുണ്ട് കയ്യേറിയത്? 5 ഏക്കറുണ്ട്. അപ്പൊ നീ മോശക്കാരനല്ല. നീ ഒറ്റക്കാണോ അതോ കെട്ടിയോളും ഉണ്ട്. ഓഹോ ചെറുപ്പവാ? നിന്റെ ഭാര്യക്ക് എത്ര വയസ്സുണ്ട്? പട്ടേലൊരു ചോദിച്ചത് കേട്ടില്ലോടാ? 10-25 അത് സോറി. കണ്ടാ സുന്ദരിയാണോടാ? പറയണ നായിന്റെ പോലെ സുന്ദരിച്ചാണോടാ? ആയിരിക്കും. അല്ല. കള്ള ഓടടാ. ഓർമ്മ വെച്ചപ്പോ തൊട്ട് എല്ലാരും എന്നെ മാടേന്നാ വിളിക്കണേ. മാടേ ഡാ മാടേ മാടേ പൂ മാടേ പൂ. അപ്പൂപ്പ ഒറ്റോരോ ഉടേരോ ആരും ഉണ്ടായിരുന്നില്ല. ആ മാപ്പിളാര് വെളിവില്ലാണ്ട് മോന്തായിരുന്നേ. മോന്തല് നിർത്താൻ മൂപ്പര മാപ്പിളച്ചാരിക്ക് ആരോ കുറുങ്കൗശലം പറഞ്ഞു കൊടുത്തു. നീർനായയുടെ കാട്ടത്തിലെ മീൻകണ്ണെടുത്ത് അരച്ച് കുടുക്കയുടെ പുറത്ത് പെരട്ട, എന്നിട്ട് ആ കുടുക്കല് കള്ളൊഴിച്ചു കൊടുക്ക. അതെങ്ങാനും കുടിച്ചാല് ജമ്മത്തില് കള്ള് പോന്നില്ല. നീർനായയുടെ കാട്ടവും തേടി കിഴക്കുന്ന് പുറപ്പെട്ടെത്തിയതാ ഇവിടെ. ഈ ദിക്കിലെ നാഥൻ ചീമത്തമ്പുരാൻ ആദ്യമായിട്ട് കാണുന്നതും അപ്പളാ.
നീ ഏതാടാ? കിഴക്കുന്നാണേ. എന്താ ഇവിടെ തിരിച്ചു വിളിക്കണേ? ഞാൻ നീർനായുടെ നീർനായുടെ ആരാ നീ? കാട്ടം. നീർനായുടെ കാട്ടോ? എന്താ നിനക്ക് വേണ്ടേ? നീർനായുടെ കാട്ടം. എന്തിനാണ്ടത്? കുടി നിർത്താൻ. നീ കുടിക്കോ? അല്ല, മുതലാളിക്കണേ. കേക്കട്ടെ. നീർനായുടെ കാട്ടം തേച്ച കുടുക്കയില് കള്ളു കുടിച്ചാല് പിന്നെ ജന്മത്തില് മോന്തില്ല. ഈ മരുന്ന് കുറച്ചെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് അയക്കാം. There'll be a lot of takers for that. ഇത്തിരി അഹങ്കാരം ഉണ്ടമ്മാമേ. എന്റെ അച്ഛൻ കേസ് നടത്തി തുറഞ്ഞ കുടുംബമായത്. മരിക്കുമ്പോ പുല്ലും പടയഞ്ചയും കയറി കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തള്ളയെ ഞങ്ങൾ 4 മക്കളും ഒരു നേരം നിറച്ചുണ്ണാനില്ലാണ്ട് കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും രക്തബന്ധുക്കൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. എന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം ഉണ്ട്, സത്യ. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫിന്റെ പ്രശ്നം. എനിക്ക് മേനോൻ സാറിന്റെ മോളുമായിട്ടുള്ള ബന്ധം ഇഷ്ടം. ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം. എന്റെ പട്ടി വരും. എടാ, മേലേർത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചിൽ പിടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിക്കാൻ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല, ഓർത്തോ? ആ കേട്ടോ അമ്മേ, അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയായിരുന്നു 2 അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമ്മേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യമില്ലേ? നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവാന്ന്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ, എന്റെ വിജയന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ കയ്യില്. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ, പോരാ. സാറേ, നമുക്കിവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? ഞാൻ വളർത്തിക്കോളാം. സാർ അവരോടൊന്ന് പറയൂ. പോയി കുന്നിന്റെ മുകളിലെ പൊട്ടക്കിണറ്റിൽ ഇറങ്ങിയിരുന്നോ? ഞാനൊരു വഴി നോക്കട്ടെ. പോസ്റ്റ്മോർട്ടം വേണം അധികാരി. തേക്കറിൽ കുഴിച്ചിടാനുള്ള വലിപ്പമൊന്നും ചത്തേനില്ലാന്ന് നന്നായിട്ടറിയാം. എന്നാലും കുഴിച്ചിടംസേ, കുഴിച്ചിട്. ഒച്ച വെച്ച കൊന്നുകളയും. എന്നിട്ട് നീ പുറകെ പോയി നോക്കിയില്ലേ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന്? ഒരു മാണിക്യത്തിനല്ല, 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. ഏതാടാ പെണ്ണ്? കേളപ്പേട്ടന്റെ മോളെ വിളി. ആത്മസാഗരത്തിൽ നീ ഉപ്പുപോൽ ഉൾച്ചേർന്നിട്ടും എന്തിനായി ഒളിക്കുന്നു അന്ധമാഴങ്ങളിൽ. പാലേറും
ஒத்தையா நிக்கிறேன்.